ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. മുതിർന്നവരും കുട്ടികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പൈനാപ്പിൾ ജാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന പൈനാപ്പിൾ ജാമിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. പുറത്തെ തൊലിയും നടുവിലെ കാമ്പും ഒക്കെ ചെത്തിക്കളഞ്ഞ് കഷ്ണമാക്കി എടുത്ത പൈനാപ്പിൾ 1 കിലോയാണ് എടുത്തിരിക്കുന്നത്. 2 കിലോ പൈനാപ്പിൾ ചെത്തി കഷ്ണമാക്കി എടുത്തപ്പോഴാണ് 1 കിലോ കിട്ടിയത്. 1 കിലോ പൈനാപ്പിളിന് 1 കിലോ ഷുഗറാണ് വേണ്ടത്. 10 മുതൽ 12 വരെ ഗ്രാമ്പൂ, 2 ഇഞ്ച് നീളമുള്ള ഒരു കഷ്ണം പട്ടയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഗ്രാമ്പൂവിൻ്റെയും പട്ടയുടെയും ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനിയും പൈനാപ്പിൾ പീസസ് മിക്സിയിൽ കുറേശ്ശെ ഇട്ട് അടിച്ച് പൾപ്പാക്കി എടുത്തുകൊണ്ട് വരാം. പൈനാപ്പിൾ മുഴുവൻ ഞാൻ പൾപ്പാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചുവട് കട്ടിയുള്ള ഒരു പാനിലേക്ക് നമുക്ക് ഈ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. 1 കിലോ പൾപ്പിന് 1 കിലോ ഷുഗറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പൂവും പട്ടയും ഈ പൾപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും കൈ എടുക്കാതെ ഇളക്കി കുറുക്കി നമുക്ക് പറ്റിച്ചെടുക്കാം. ജാം വെള്ളം പറ്റി ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചാവും. സ്പൂണിൽ നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പം പല വഴിക്ക് പോകാതെ ഒറ്റ സ്ട്രിപ്പായിട്ട് വീഴും. ഈ സമയം മധുരം ക്രമീകരിക്കാൻ നമുക്കൊരു പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ആ മരത്തവി കൊണ്ടൊന്ന് കോരി ഒഴിച്ച് നോക്കണം. ഒഴിച്ച് നോക്കുമ്പോൾ ഒന്നിച്ച് വീഴുകയാണെങ്കിൽ പാകമായി എന്ന് മനസ്സിലാക്കാം. ജാം പാകമായെന്ന് മനസ്സിലാക്കാൻ ഒരു ഷീറ്റ് ടെസ്റ്റ് ഉണ്ട്. അതിനൊരു സെറാമിക് പ്ലേറ്റിൽ ഒഴിച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമ്മളിങ്ങനെ ചരിച്ച് നോക്കുമ്പോൾ ഒന്നിച്ച് വീഴണം. പല വഴിയായിട്ട് വീണാൽ ജാം പാകമായില്ല എന്നാണ് അർത്ഥം. ഈ സമയം നമുക്ക് ജാമിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ, അതായത് ഒരു വലിയ നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കാം. നാരങ്ങ നീരൊഴിച്ച് കൊടുത്ത് 2 മിനിറ്റ് കൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് പ്ലേറ്റിൽ ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ നമുക്ക് ഷീറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്നിച്ച് വരുന്നുണ്ട്. നമ്മുടെ ജാം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ജാം ഒരു ഡിഷിലേക്ക് മാറ്റി നമുക്ക് തണുക്കാൻ വയ്ക്കാം. യാതൊരു പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഒന്നും ഇല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഈ ജാം കുഞ്ഞുങ്ങൾക്കൊക്കെ ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ജാമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പട്ട ഗ്രാമ്പുമൊക്കെ എടുത്ത് മാറ്റാവുന്നതാണ്. ഞാൻ പക്ഷേ എടുത്ത് മാറ്റുന്നില്ല. എനിക്കത് ജാമിൽ കിടക്കുന്നതാണ് ഇഷ്ടം. നന്നായി ഉണങ്ങിയ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി നമുക്കത് സൂക്ഷിക്കാവുന്നതാണ്. ജാം ചൂടോടെ തന്നെ നമുക്ക് കുപ്പിയിൽ വേണമെങ്കിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കുപ്പിയുടെ അടിയിലൊരു പലക വെച്ചിട്ട് വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ കുപ്പി പൊട്ടിപ്പോവും. ബൂസ്റ്റിൻ്റെ വലിയ കുപ്പിക്ക് നമുക്ക് 1 കുപ്പി ജാം കിട്ടിയിട്ടുണ്ട് 1 കിലോ പൈനാപ്പിൾ കൊണ്ട്. അടുത്ത പൈനാപ്പിൾ സീസൺ വരെ നമുക്ക് ഈ ജാം കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് പൈനാപ്പിൾ ധാരാളമായി കിട്ടുന്ന ഈ സമയത്ത് പൈനാപ്പിൾ കൊണ്ട് ജാം ഉണ്ടാക്കി എല്ലാവരും സൂക്ഷിക്കുക. ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.